കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തത് നമ്മുടെ ഒരു ട്രാവൽ വ്ലോഗാണ്. അപ്പം നമ്മൾ മലയാളികളെല്ലാം വൃശ്ചിക മാസമായാൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത്. അപ്പോൾ അതിന് എൻ്റെ കൂടെ അണ്ണനും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അത് വേറെ എങ്ങുമല്ല, ദാണ്ടെ നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ വൃശ്ചിക മാസം ആയാൽ മലയാളികളെല്ലാം വരാൻ ആഗ്രഹിക്കുന്ന ഒരു അമ്പലമാണ്. കാരണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 12 വിളക്ക് എന്ന് പറയുന്നത് വളരെ പേര് കേട്ട ഒന്നാണ്. അപ്പം നമ്മളും ആ ആഗ്രഹം, കഴിഞ്ഞ വർഷം നമുക്ക് വരാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഈ വർഷം നമ്മൾ നമ്മുടെ ആഗ്രഹം ബാക്കിയാക്കി വെച്ചില്ല, നേരെ ഇങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ വരുന്നതിനോടൊപ്പം തന്നെ എന്നെപ്പോലെ ചിലപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് വരാൻ പറ്റിയില്ല, അതെനിക്ക് വളരെ ദുഃഖമായിരുന്നു. അപ്പോൾ അതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ വർഷത്തെ ഓച്ചിറ പരബ്രഹ്മത്തെ കണ്ട് തൊഴാനും ആ ഒരു ഓച്ചിറ പരബ്രഹ്മത്തിൻ്റെ അവിടുത്തെ 12 വിളക്കിനോടനുബന്ധിച്ചുള്ള ആ ഒരു സംഗതികളൊക്കെ കാണാനും ഈ വീഡിയോ വളരെ ഉപകാരപ്പെടുമെന്ന് തോന്നിയിട്ടാണ് ഞാനിതിങ്ങനെ ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ ദാണ്ട് അമ്പലത്തിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അമ്പല കാമ്പൗണ്ട് നിറച്ച് കടകളാണ്, നിറച്ച് കടകൾ, ഒരു രക്ഷയില്ല. അമ്പലത്തിൽ ചെല്ലുന്നതിനിപ്പുറം വെച്ച് ഒരു 50,000 കടകളുണ്ട്, സ്റ്റാളുകളുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഞാൻ നോക്കിയിട്ട് ഇവിടെ അച്ഛനെയും അമ്മയും ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും കിട്ടുമെന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ, മുളക് ബജ്ജി, പാനിപൂരി, ഓയ്യോയ്യോ എന്തൊക്കെയാണ് ഇത്, കരിമ്പിൻ ജ്യൂസ്, ഇതാണ്ട് ഇവിടെ ഒരാളുണ്ട് കേട്ടോ, നമ്മുടെ കുലുക്കി സർബത്തിൻ്റെ ആൾ. ഇപ്പം എന്തേണ്ട നമ്മൾ ആ ചെറുക്കനെയാണ് കണ്ടേ, ആ ചെറുക്കൻ ഇപ്പം ഇവിടെ നല്ല അടിപൊളിയായിട്ട് കുലുക്കി സർബത്ത് അടിക്കുന്നത് കാണാം. നല്ല ഉഷാറായിട്ടാണ് കേട്ടോ. കുലുക്കി സർബത്ത് ഒരെണ്ണം എനിക്ക് കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അവൻ്റെ കുലുക്കൊക്കെ കണ്ടപ്പം, പക്ഷേ ഞാൻ വേണ്ടാന്ന് വെച്ചു കേട്ടോ. കാരണം നമ്മൾ അമ്പലത്തിലൊക്കെ വന്നേക്കല്ലേ, കുറച്ച് ദൂരങ്ങളെ, എന്തെങ്കിലും ഇടങ്ങേറായി പോയാൽ പിന്നെ പണി കിട്ടിയാലോ, ആകെ പ്രശ്നമാകത്തില്ലേ. അപ്പം നമ്മൾ ദേണ്ട അവിടെ നിന്നെല്ലാം നടന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് മഹാദേവൻ്റെ നന്ദികേശന്മാരിങ്ങനെ അവിടെ നിൽപ്പുണ്ട്. അപ്പം നമ്മൾ അവരെ തൊട്ട് വണങ്ങിയിട്ട് വേണം അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ. അത് ഒരു ഐതിഹ്യമാണ് കേട്ടോ. നമ്മളെപ്പോഴും ശിവക്ഷേത്രത്തിൽ ചെന്നാൽ നേരെ ശിവഭഗവാനെ കാണുന്നതിന് മുന്നേ തന്നെ നന്ദികേശനെ കണ്ട് നമ്മുടെ ആഗ്രഹം, നമ്മുടെ ആവശ്യം നിവർത്തിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ശിവഭഗവാനെ പ്രാർത്ഥിച്ചത് കൊണ്ട് ഫലമുള്ളൂ കേട്ടോ. അത് ഒരു ഐതിഹ്യമാണ്, അതൊരു വാസ്തവമാണ്. അപ്പം നമ്മൾ ഇതേണ്ട നന്ദികേശനെയൊക്കെ തൊട്ട് തൊഴുതതിന് ശേഷം നമ്മുടെ ഒന്നാമത്തെ ആൽത്തറയിലേക്ക് ചെല്ലുകയാണ്. ഈ ഓച്ചിറ അമ്പലത്തിലെന്ന് പറഞ്ഞാൽ 3 ആൽത്തറയാണുള്ളത്. 3 ആൽത്തറയിലായിട്ടാണ് ഭഗവാന്മാരിയ്ക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ആൽത്തറയിലേക്ക് ചെന്നു. ഇപ്പം ഫസ്റ്റ് ആൽത്തറയിൽ നമ്മൾ പ്രാർത്ഥിച്ച് നിൽക്കാം. അപ്പം ഇതാണ് ഫസ്റ്റ് ആൽത്തറ. തിരുമേനി അവിടെ ഒരു താലത്തിൽ കുറച്ച് എണ്ണയൊക്കെ വെച്ചിട്ട് ആ കെടാവളക്കിലേക്ക് നമ്മുടെ നാളും പേരും ചോദിച്ച് അതിലേക്ക് എണ്ണ കോരി ഒഴിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണ ആ തിരുമേനിയുടെ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് നമ്മുടെ നാളും പേരും പറഞ്ഞു കൊടുക്കാമെങ്കിൽ തിരുമേനി നാളും പേരും പറഞ്ഞ് ആ വിളക്കിലേക്ക് 1 സ്പൂൺ എണ്ണ കോരി ഒഴിക്കും, നമ്മുടെ നാളും പേരും പറഞ്ഞ്. അപ്പം നമുക്ക് ഒന്നാമത്തെ ആൽത്തറയാണിത്. ഇവിടേക്ക് നമ്മൾ നമ്മുടെ കൈക്കോ കാലിനോ ദേഹത്തിനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ആൾരൂപം മേടിച്ച് സമർപ്പിക്കാവുന്നതാണ്. കൈയുടെയും കാലിൻ്റെയും തലയുടെയും മനുഷ്യൻ്റെ ഉൾപ്പെടെയുള്ള ആൾരൂപങ്ങൾ ഇവിടെ കിട്ടും. അപ്പോൾ ഈ വന്ന് നിൽക്കുന്ന ഭക്തജനങ്ങളെല്ലാം ആൾരൂപങ്ങളൊക്കെ മേടിച്ച് സമർപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിരുന്ന സമയത്ത് അണ്ണന് കാലുവേദന ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളൊരു കാലിൻ്റെ ആൾരൂപം മേടിച്ച് അവിടെ സമർപ്പിച്ചിരുന്നു. അപ്പം എന്താണ്ട് ആൾക്കാർ സമർപ്പിച്ച ആൾരൂപങ്ങളൊക്കെയാണ് അവിടെ ആ ആൽമര ചുവട്ടിലായിട്ടിരിക്കുന്നത്. ആൽമര ചുവട്ടിലായിട്ടാണ് നമ്മുടെ ഈശ്വരൻ്റെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. അപ്പം ഈ സൈഡിലായിട്ട് നമുക്ക് ഈ ആൾരൂപം കൊടുക്കുന്നിടം ഉണ്ട്. ഇത് നമ്മുടെ ഇതിൻ്റെ ഭാഗത്തായിട്ട് ശിവനും പാർവതിയും ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ആൽമരച്ചുവട്ടിൻ്റെ താഴ്വശത്തായിട്ടൊരു ചെറിയൊരു പ്രതിഷ്ഠയും അതിൻ്റെ വിളക്ക് കത്തിപ്പും എല്ലാം ഉണ്ട്. അപ്പം എന്താണ്ട് ആ ആൽമരത്തിൻ്റെ സൈഡിലായിട്ട് കണ്ടോ ആൾരൂപം കൊടുക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് നമ്മുടെ രോഗം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്താ ശരീരത്തിന് അസ്വസ്ഥതയുള്ളതെന്ന് വെച്ചാൽ ആ ഭാഗത്തിൻ്റെ ആൾരൂപം മേടിച്ച് ക്ഷേത്രത്തിൽ വയ്ക്കാവുന്നതാണ്. അതൊരു വിശ്വാസമാണ് കേട്ടോ, വിശ്വാസമാണ് അങ്ങനെ ചെയ്യുന്നത്.
അതിനുശേഷം നമ്മൾ ഒന്നാമത്തെ ആൽത്തറയിൽ തൊഴുതു. ഇനി നമ്മൾ രണ്ടാമത്തെ ആൽത്തറയിലേക്ക് പോവുകയാണ്. അപ്പം ദാണ്ട കണ്ടോ, നല്ല വഴിയിൽ നല്ല പല പല സൈസിലെ കുങ്കുമമൊക്കെ വെച്ചേക്കുന്നുണ്ടോ. കുങ്കുമം കണ്ടുകൊണ്ട് എൻ്റെ ക്യാമറ അങ്ങോട്ടങ്ങ് പോയി. അപ്പം നമ്മൾ ഈ രണ്ടാമത്തെ ആൽത്തറയിൽ ചെല്ലുന്നിടത്ത് നന്ദികേശനെ അലങ്കരിച്ച് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് അവിടെയും നന്ദികേശനെ തൊട്ട് തൊഴുതതിന് ശേഷം നമുക്ക് ആൽത്തറയിലേക്ക് പോവാം. അപ്പം ദാണ്ട നമ്മുടെ നന്ദികേശൻ്റെ ശിരസിൽ ആരോ തൊട്ട് തൊഴാൻ നേരം വെച്ച പൈസ താഴെ പോയി. അണ്ണനത് പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ നന്ദികേശൻ്റെ മേൽനോട്ടക്കാരൻ അതെടുത്ത്. അപ്പോൾ ഇവിടെ എല്ലാം വഴിപാട് കൗണ്ടറുമുണ്ട്. നമുക്ക് ഇവിടെ നിന്നെല്ലാം രസീത് എഴുതി എന്തെല്ലാം പൂജകൾ വേണേലും ഇവിടെ നടത്തപ്പെടുന്ന ആ പൂജകളെല്ലാം നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആൽത്തറ. ഇവിടെയും നമ്മൾ മുൻപ് കണ്ടതുപോലെ തന്നെ തിരുമേനി നമ്മുടെ നാളും പേരും പറഞ്ഞു കൊടുത്താൽ നെയ്വിളക്കിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ രണ്ടാമത്തെ ആൽത്തറയിലും നമുക്ക് തൊഴാം. അതിനുശേഷം ആൽത്തറയുടെ സൈഡിലായിട്ട് ഒരു മഹാദേവനെ ഭസ്മത്തിൽ പൊതിഞ്ഞ്, ഭസ്മമാണ്, ശിരസ് നിറച്ച് ഭസ്മം ഇട്ട് ഒരു മഹാദേവൻ്റെ പ്രതിഷ്ഠയും അവിടെ ഒരു ദീപവും തെളിയിച്ചേക്കുന്ന കാണാം നമുക്ക്. അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആ ആൽമരത്തിൻ്റെ തന്നെ പുറകിലായിട്ട് ഈ ഒരു വിഗ്രഹം കാണാം. എനിക്ക് വ്യക്തമായിട്ട് നമ്മളിപ്പോൾ അത് ആരോടും ചോദിച്ചില്ല കേട്ടോ. ഇതാണ് ആ രണ്ടാമത്തെ ആൽമരം. ഇതെല്ലാം ഓച്ചിറ പരബ്രഹ്മമാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഓച്ചിറ പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇന്നും തർക്കം നിലനിൽക്കുന്ന ഒന്നാണ് കേട്ടോ. വിഷ്ണുവാണോ, ശിവനാണോ, ബ്രഹ്മാവാണോ എന്താണെന്നുള്ളതിൽ ഇന്നും പലരും തർക്കം പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഓച്ചിറ പരബ്രഹ്മമാണ്. പക്ഷേ ഇവിടെ നമ്മൾ അത്ഭുതകരമായി കണ്ട ഒരു കാഴ്ച ഇതാണ്. ഇത്രയും ജനത്തിരക്കിനിടയിൽ ഒരു കൊക്ക് യാതൊരു വക പേടിയും ഇല്ലാതെ അതിൻ്റെ ഇടയിലൂടെ നടക്കുകയാണ്. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ നടന്നു പോകുന്ന വഴിക്ക് ഒരു പപ്പടക്കാരി ചേച്ചിയെ കണ്ടു. അപ്പോൾ ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് 2 കവർ പപ്പടമൊക്കെ ഞാൻ വാങ്ങിച്ചു. അത് കഴിഞ്ഞുകൊണ്ട് ഒരാൾ എൻ്റെ പിന്തുടർന്ന് ഭിക്ഷ യാചിക്കുകയാണ്. സാധാരണ ഞാൻ ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാറില്ല കേട്ടോ. പക്ഷേ ഒരു ശല്യം എന്നുള്ള രീതിയിൽ പുറകെ വന്നപ്പോൾ ഞാൻ എന്നാൽ അത് പോവട്ടെ എന്ന് കരുതി അങ്ങ് കൊടുത്തതാട്ടോ. ഉള്ളത് പറയണമല്ലോ. കാരണം ഞാൻ ഇങ്ങനെ വലിയ രീതിയിൽ അംഗവൈകല്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരെ ഞാൻ ഇതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മൂന്നാമത്തെ ആൽമരച്ചുവടല്ല കേട്ടോ. ഇതും ശരിക്കും നാഗരാജാവും നാഗയക്ഷിയും കുടികൊള്ളുന്ന വാസസ്ഥലം അതാണ് ആ ക്ഷേത്രം. അതാണ് ഈ മരച്ചുവട്. ഇതല്ല ശരിക്കും ആൽമരച്ചുവട് ഇനി ഒരെണ്ണവും കൂടി ഉണ്ട്. അവിടെ നമുക്ക് ഗണപതി ഭഗവാനാണുള്ളത്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മൾ നാഗരാജാവിനെയും നാഗയക്ഷിയമ്മയും കൂടെ കണ്ട് തൊഴാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നാഗരാജാവും നാഗയക്ഷിയമ്മയും ഉള്ളത്. അപ്പം നമുക്ക് അവിടെയും കാണിക്കയൊക്കെ സമർപ്പിച്ച് വലം വെച്ച് തൊഴുതിട്ട് വരാം. അപ്പം നേരെ നാഗരാജാവിനെയും നാഗയക്ഷിയമ്മയൊക്കെ തൊഴുത് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കൽവിളക്ക് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു നാഗരാജാവിനെയൊക്കെ ആ കൽവിളക്കിൽ പണിഞ്ഞു വെച്ചിട്ട് ആ കൽവിളക്കിൻ്റെ ചുവട്ടിലും ഉണ്ട് കേട്ടോ നാഗരാജാവ്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ അതാണ്ട് കണ്ടില്ലേ, ഇവിടെ പുള്ളോമ്പാട്ടൊക്കെ പാടും കേട്ടോ. നാഗരാജാവിന് വേണ്ടിയിട്ടുള്ള അതിനുള്ള ആൾക്കാരെല്ലാം ഇവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മളിപ്പോൾ 2 ആൽത്തറ തൊഴുതു. ഇനി മൂന്നാമതൊരു ആൽത്തറയും കൂടെ ഉണ്ട്. അതിന് മുമ്പായിട്ട് നമ്മളിങ്ങനെ കറങ്ങി അടിച്ച് വന്നപ്പോഴാണ് കേക്കും ചായയും ഞങ്ങളെ ആകർഷിച്ചത്. എന്നാൽ പിന്നെ ഓരോ കേക്കും ചായയും കുടിച്ചിട്ടാകാം അടുത്ത സഞ്ചാരം എന്ന് കരുതി നേരെ അവിടെ ലാൻഡ് ചെയ്തു. ഓരോ കേക്കും മേടിച്ച് ഓരോ ചായയൊക്കെ അടിച്ചു. അപ്പം ചായ അണ്ണൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. അതുകൊണ്ട് ഈ ചായ ഇങ്ങനെ ഒഴിക്കുന്ന എവിടെ കണ്ടാലും അണ്ണൻ അന്നേരം എവിടെയെങ്കിലും പിടിച്ച് കിട്ടിയ കണക്കങ്ങ് നിൽക്കും. അതുപോലെ കേക്ക് എനിക്കും ഒരു വീക്ക്നെസ്സാണ്. അപ്പം 2 പേരുടെയും വീക്ക്നെസ് ഒന്നിച്ച് കിട്ടിയപ്പോൾ പിന്നെ എന്നാൽ ഇച്ചിരി സമയം ഒരു ചായയും ഓരോ കേക്കും അടിക്കാമെന്ന് കരുതി അവിടെ നിന്നു. അപ്പം ഞങ്ങൾ കേക്കും ചായയൊക്കെ അടിച്ചിട്ട് മുമ്പോട്ട് നടന്നപ്പോൾ ഉണ്ട് ദാണ്ട സുസുന്ദരീമണികളായിട്ട് ഇങ്ങനെ നിരന്നിരിക്കുന്നു. ഇവരെ കണ്ടപ്പോൾ പിന്നെ ഇവരെ ഇച്ചിരി സമയം ഒന്ന് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ. അത് കഴിഞ്ഞ് മുമ്പോട്ട് വന്നപ്പോൾ നല്ല ചെടിപ്രാന്തുള്ള ആൾക്കാരൊക്കെ ഓച്ചിറയ്ക്ക് വിട്ടു. ഏത് സൈസിലുള്ള ചെടി വേണമെങ്കിലും ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. വിലക്കുറവും ഉണ്ട്.
അപ്പോൾ ഇനി നമുക്ക് നേരെ മൂന്നാമത്തെ ആൽമരച്ചുവട് തപ്പിയുള്ള യാത്രയിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ദാണ്ട കണ്ടോ നല്ല അടിപൊളി ക്ലിപ്പ്, മൈലാഞ്ചി ഇടുന്ന അച്ച്, വാക്കത്തി, കോടാലി, കത്തി, എന്തൊക്കെ എന്തൊക്കെ സാധനങ്ങൾ. ഇത് കളിപ്പാട്ടം. പിള്ളേരെയും കൊണ്ടൊന്നും ആരും അങ്ങോട്ടെങ്കിലും പോകണ്ട കേട്ടോ. ദാണ്ട കണ്ടോ മാല കിടക്കുന്നുണ്ടോ, മാല അല്ല സെറ്റപ്പ് മാല, സൂപ്പർ മാല. എന്നിട്ട് ഞാൻ ഓടിപ്പോയി എൻ്റെ ഒരു മാലയൊക്കെ പിടിച്ച് നോക്കി കേട്ടോ. എന്തൊക്കെ സാധനങ്ങളാണ്. കൊച്ചുങ്ങളെയും കൊണ്ടൊക്കെ പോയാൽ കൊച്ചുങ്ങൾ അവസാനം ഇതെല്ലാം മേടിച്ചുകൊണ്ടേ വരത്തുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽ ദാണ്ട അത് എത്തിയത്. അത് കണ്ടാൽ പിന്നെ വേറൊരു സംഗതിയില്ല, നന്ദികേശാലയം. ഒന്നാമതേ അണ്ണൻ കുറച്ച് മൃഗസ്നേഹിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നന്ദികേശാലയം കണ്ടപ്പോൾ പിന്നെ അണ്ണന് നന്ദികേശന്മാരെ എല്ലാം കയറി കാണണമെന്ന് തോന്നി. അപ്പം നമ്മുടെ ഈ ഓച്ചിറ അമ്പലത്തിലെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, നമുക്കവിടെ മൂരിക്കുട്ടന്മാരെയൊക്കെ നമുക്ക് നേർച്ച കൊടുക്കാം. അപ്പോൾ അങ്ങനെ നേർച്ച കൊടുത്ത കാളക്കുട്ടന്മാരാണ് ഈ നിൽക്കുന്ന എല്ലാം. അപ്പോൾ ഇവന്മാരെല്ലാം താണ്ടെ വളർന്ന് വലുതായിട്ടുണ്ട് കേട്ടോ, വലുതായിട്ടുണ്ട്. അപ്പോൾ ഈ കാളക്കുട്ടന്മാരെല്ലാം വളർന്ന് വലുതായി വലിയ കാളക്കുട്ടന്മാരാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ നന്ദികേശന്മാരാണ്. അപ്പം നമ്മൾ കുറച്ച് സമയം അവരോടൊപ്പം ചിലവഴിച്ച്, എനിക്കും അണ്ണനും ഒന്നുപോലെ തന്നെ മൃഗസ്നേഹം ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് അവരെ കണ്ട് നിന്ന് സമയം പോയതേ നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ എല്ലാവരും ഇവരെയൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. നിങ്ങളൊക്കെ ആരെങ്കിലും ഓച്ചിറ അമ്പലത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ കയറി കാണണം കേട്ടോ. പക്ഷേ ഒന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല, അതിനകത്തെ വൃത്തി നല്ല സൂപ്പറായിട്ടാണ് അത് വൃത്തിയാക്കി ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കി നടത്തുന്ന ആളതിന് പുറത്തിരിപ്പുണ്ട്. അണ്ണ ഉടനെ ചെന്ന് അയാളെ കണ്ടു, കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ മാത്രമല്ല മറ്റ് 2 പേര് കൂടിയുണ്ട് അത് നോക്കി നടത്താൻ. പക്ഷെ അവർ നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ അതിനകമൊക്കെ നോക്കി ഏക്കുന്നതും നല്ല വൃത്തിയാക്കി ഇട്ടേക്കുന്നതും. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ മുമ്പോട്ട് നടക്കുക. നമ്മുടെ ലക്ഷ്യത്തിൽ 3ാമത്തെ ആൽമരച്ചുവടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ദാണ്ട കണ്ടില്ലേ കോഴിക്കോടൻ ഹൽവ, അടിപൊളി. പക്ഷെ അണ്ണ വാങ്ങിച്ചു തന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ മുമ്പോട്ട് കടന്ന് കരിമ്പിൻ ജ്യൂസ്, ഐസ്ക്രീം, എന്തൊക്കെയാണ് ഇത്, എനിക്ക് വയ്യ. കണ്ടോ അത്തർ ഇരിക്കുന്നുണ്ടോ, സ്പ്രേ അത്തർ, പെർഫ്യൂം, അതെല്ലാം പെർഫ്യൂമാണ്, പല സൈസ് മണമുള്ള പെർഫ്യൂമുകളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കണ്ടോ വള, മാല, കമ്മൽ, പൊട്ട്, എന്തൊക്കെ വേണമെങ്കിലും നിങ്ങൾ ഇനി നേരെ ഇങ്ങ് ഓച്ചിറയ്ക്ക് പോരുന്നാൽ മതി. വൃശ്ചികം 30 വരെ ഇവിടെ വന്നാൽ ഇവിടെ ഇഷ്ടം പോലെ സാധനമുണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ നടന്ന് വന്നപ്പോഴാണ് കേട്ടോ പിള്ളേരുടെ പാർക്ക്. ഇവിടെ കളിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് കണ്ടോ ഇങ്ങോട്ട് നോക്ക് ചെറുപ്പകാല മിഠായികൾ. നമ്മൾ എന്തോരം കുഞ്ഞുനാളിലൊക്കെ എന്തോരം കിടന്ന് വാങ്ങി തിന്നിട്ടുള്ള മിഠായികളാണ്. അതും 20 രൂപയ്ക്ക് ഒരു കവറ്. എന്നാൽ പിന്നെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അപ്പം നോക്കിക്കേ, ഈയട ജീരകമുട്ടായി, തേങ്ങാമിഠായി, പുളിമുട്ടായി, ആപ്പിൾ മുട്ടായി, സിഗരറ്റ് മുട്ടായി, എന്തൊക്കെ മുട്ടായി. ഇതെല്ലാം എന്തോരം പൈസകൾ കൊണ്ടുവന്ന് കൊടുത്ത് കടകളിൽ നിന്ന് വാങ്ങിച്ച് തിന്നിട്ടുള്ള. പണ്ടൊക്കെ 10 പൈസയും 20 പൈസയും 25 പൈസയും. നിങ്ങളൊക്കെ 25 പൈസയും കൊണ്ട് പോയിട്ടുണ്ടോ? ഞാനൊക്കെ പോയിട്ടുണ്ട് 20 പൈസ കൊണ്ടും 10 പൈസ കൊണ്ടും കടയിലൊക്കെ തേങ്ങാമിഠായിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഈ ആപ്പിൾ മിഠായിക്കൊക്കെ 25 പൈസയൊക്കെ ഉള്ളായിരുന്നു. പേന മിഠായി, ജീരകമിഠായി, തേൻമുട്ടായി. തേൻമുട്ടായി ഇപ്പോഴും ഒരു വീക്ക്നെസ് ആട്ടോ തേൻമിഠായി. ഇന്നാൾ തേൻമിഠായി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടു. അതിനുശേഷം തേൻമിഠായി തിന്നാൻ തോന്നിയിട്ടില്ല. അത് വേറൊരു സത്യം. തേൻമിഠായി ഇതാണ്ട് നോക്കിക്കേ എന്തെല്ലാം സൈസ് മിഠായികളാണ്. ഇതെല്ലാം നമ്മുടെ കുഞ്ഞുനാളി നമ്മൾ എന്തോരം കഴിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് കുറേ സോഴ്സ് ദാണ്ട കണ്ടോ നമ്മുടെ പിള്ളേര് കിടന്ന് ചാടി മറിയുന്ന സ്ഥലം. സത്യം പറഞ്ഞാൽ ഇവർ ചാടി മറിയുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒന്ന് തോന്നി കേട്ടോ, ആ ബാല്യത്തിലേക്കൊക്കെ ഒന്ന് തിരിച്ചു പോകാനായിട്ട്. അതിലോട്ടൊന്ന് കയറിയിട്ട് താഴോട്ടൊന്ന് നിരങ്ങി ഇറങ്ങിയാലോ എന്ന്. പക്ഷേ ഞാൻ കയറിയിട്ട് ചിലപ്പം നിരങ്ങി ഇറങ്ങി വരുന്ന വഴിക്ക് വല്ല പിള്ളേരിൽ നിന്ന് അവർ ചതഞ്ഞരഞ്ഞ് ചമ്മന്തിയായി പോവല്ലോ എന്നുള്ള ഓർത്തപ്പം ഞാൻ എൻ്റെ ആഗ്രഹം വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ദാണ്ട കണ്ടോ കുറേ ആൾക്കാർ ഒരു ട്രെയിനകത്ത് ഡ്രാഗണിനകത്ത് കയറി ഇങ്ങനെ കറങ്ങി വരുന്നത്. അണ്ണ അതിൽ കയറാൻ എന്നെ നിർബന്ധിച്ചാണ് കേട്ടോ. പക്ഷേ ഞാൻ കയറിയില്ല, കാരണം എനിക്കിതിലൊക്കെ കയറിയാൽ തല കറങ്ങും. കണ്ടോ കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് ചാടുന്നേ. ശരിക്കും ഇവരൊക്കെ ചാടുന്ന കാണുമ്പം നമുക്ക് തോന്നും വളരണ്ടായിരുന്നെന്ന്, കൊച്ചായിട്ടെങ്ങാണോ ഇരുന്നാൽ മതിയായിരുന്നു. ഇവരുടെയൊക്കെ കൂട്ടിങ്ങനെ നമുക്ക് കളിച്ച് നടന്നാൽ മതിയായിരുന്നല്ലോ. ശരിക്കും മനുഷ്യൻ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. മനുഷ്യൻ്റെ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് ബാല്യകാലമാണ്. നമ്മൾ വളർന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം പ്രാരാബ്ദവും ദുഃഖവും ദുരിതവും കഷ്ടപ്പാടുകളും ഒക്കെയാണ്. അതേസമയം കുഞ്ഞുനാളിൽ നമുക്കൊന്നും അറിയണ്ട. ഇങ്ങനെ നടന്ന് ഞങ്ങൾ എത്തിയപ്പോഴാണ്
അതുകൊണ്ട് പട്ടി പുലിയൊക്കെ ഇരിക്കുന്നു കടയിൽ. ദാണ്ട കണ്ടോ, ഇത് നോക്ക്, ഇത് ഇങ്ങോട്ട് നോക്ക്. ദാണ്ട കണ്ടോ, ഇവിടെ കണ്ടോ, ആ 10 ഗ്ലാസ് എറിഞ്ഞിടാൻ 3 ബോൾ തരും. 50 രൂപയാണ് ആ 3 ബോളിൻ്റെ വില. ഞാൻ അണ്ണനോട് ആവുന്ന പറഞ്ഞു നോക്കി, അമ്മക്കൊന്ന് ട്രൈ ചെയ്താലോ എന്ന്. അണ്ണൻ പറഞ്ഞു വേണ്ട അതൊരിക്കലും കിട്ടത്തില്ല, അത് ട്രൈ ചെയ്യേണ്ടെന്ന്. പക്ഷേ അവിടെ ഒരു കൊച്ച് നിന്ന് ട്രൈ ചെയ്ത് കേട്ടോ. ഫസ്റ്റ് ബോൾ തന്നെ കൊച്ചിൻ്റെ ഫെയിലായിപ്പോയി. സെക്കൻഡ് ബോളിന് ഒരു 4-5 ഗ്ലാസ് മറിഞ്ഞ്. ഇനി ലാസ്റ്റ് ഒരു ബോളേ ഉള്ളൂ. അയ്യടാ, ഒരു ഗ്ലാസ്സേ മറിഞ്ഞുള്ളൂ. ആ കൊച്ചിൻ്റെ 50 രൂപ പോയി കിട്ടി. എന്തായാലും ഇതൊരു നല്ല ബിസിനസ്സാണ് കേട്ടോ. കാരണം ആർക്കും അധികം സമ്മാനം കൊടുക്കണ്ടല്ലോ, ഈ 50 രൂപ ചുമ്മാതെ കിട്ടുകയും ചെയ്യും. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയപ്പോൾ അവിടെ ഇരിക്കുന്നു പാനിപ്പൂരി, ബക്കറ്റ് കണക്കിന് പാനിപ്പൂരി. പക്ഷേ കണ്ടോ, ചേച്ചിയുടെ നോട്ടം കണ്ട ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ വീഡിയോ പിടിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ വള്ളമൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കൂടെ പറന്ന് വരുന്നത് കണ്ടിങ്ങനെ നടക്കുക. അപ്പോഴും ഇനി ബാക്കിയൊരു ആൽമരച്ചോടുണ്ട്. അപ്പോൾ ഇങ്ങനെ സന്ധ്യ സമയമായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പാർക്കിൽ ഇതിലൊക്കെ കയറി കറങ്ങാമെന്നൊക്കെ എണ്ണം പറഞ്ഞു. പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ ഇതിലൊക്കെ കയറി കറങ്ങാൻ. എനിക്കിതിലൊക്കെ കയറിയിരുന്ന് കറങ്ങുമ്പം തല കറങ്ങും. ദാണ്ട കരിമീൻ ജ്യൂസുണ്ട്, എന്തെല്ലാം സാധനം ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ സാധനവും ഉണ്ട്. ഒരു ദിവസം രാവിലെ പോയാൽ ഒരു വൈകുന്നേരത്ത് രാത്രിയിലെങ്ങാനേ തിരിച്ചു പോരാവും. അത്രത്തോളം ഉണ്ട് ഇവിടെ നടന്ന് കാണാനായിട്ടാണെങ്കിൽ. പക്ഷേ നമ്മൾ പെട്ടെന്ന് എല്ലാം നടന്ന് കാണുന്ന കാരണം നമുക്ക് തന്നെ മൊത്തം കണ്ടു തീർക്കാൻ ഒക്കുന്നില്ല കേട്ടോ. അതേണ്ട കണ്ടോ, പിള്ളേരൊക്കെ കാറിനകത്തൊക്കെ കയറിയിരുന്ന് കറങ്ങി. ട്രെയിനുണ്ട്, കാറുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തോരം സമയം, അവർക്ക് സമയം പോകുന്നത് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത്രയൊക്കെ ഞങ്ങൾ പിടിച്ചല്ലോ, ഞങ്ങളുടെ ഫോട്ടോ ഇതുവരെ പിടിച്ചില്ലല്ലേ, എന്നാൽ പിന്നെ ഞങ്ങളുടെ ഫോട്ടോ പിടിക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ഒരു ഫോട്ടോ പിടിച്ചാലോ എന്നുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇനി ഞങ്ങളുടെ ഫോട്ടോ നിങ്ങൾ കണ്ടു നോക്ക്. ഞങ്ങൾ 2 പേരോട് ഒരു ഫോട്ടോയൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കണം. അണ്ണൻ എന്തോ എൻ്റെ കൂടെ ഫോട്ടോ പിടിക്കുമ്പോൾ ഒരു പുച്ഛഭാവമാണ്, എന്താണെന്ന് അറിഞ്ഞുകൂടാതെ. ചിലപ്പോൾ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ ഐസ്ക്രീം കടയൊക്കെ കണ്ടു. മാല, വള, പൊട്ട്, കമ്മൽ, ചെരുപ്പ്. എനിക്ക് വയ്യ. ദാണ്ടങ്ങനെ നമ്മൾ നമ്മുടെ ആ 3ാമത്തെ ആൽമര ചുവട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ മഹാഗണപതിയുടെ ക്ഷേത്രമുള്ളത്. ഒപ്പം നമുക്ക് ആ ആൽമര ചുവട്ടിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ കയറി മഹാഗണപതിയെ കണ്ട് തൊഴുതതിന് ശേഷം നമുക്ക് വെളിയിലേക്ക് പോരാം. അപ്പോൾ ഏകദേശം ഇതിനകത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നീണ്ട ആ 3ാമത്തെ ആൽമരച്ചുവട് ഇതാണ്. അപ്പം നമുക്കിവിടെ ഗണപതി ഭഗവാന്റെ ക്ഷേത്രമാണ്, കോവിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് അന്നേരം അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ആർച്ച്. നമ്മൾ അകവശത്ത് നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്ത്. കുറച്ചും കൂടെ സന്ധ്യയാവാന്നുണ്ടെങ്കിൽ ഇതിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഗണപതി ഭഗവാനെയും കൂടെ ഒന്ന് കയറി കണ്ട് തൊഴാം. അപ്പം ഗണപതി ഭഗവാന്റെ ഫ്രണ്ടിലായിട്ടൊരു ചേച്ചി മാല കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ക്ഷേത്രത്തിൽ കൊടുക്കണമെന്നുള്ളവർക്ക് ഈ മാല ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വിഘ്നേശ്വരൻ. ഭഗവാനെ എല്ലാ വിഘ്നങ്ങളും നീക്കി തരണേന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ ആൽമരച്ചുവട്. അപ്പം നമ്മൾ മുമ്പ് 2 എണ്ണം കണ്ടു, ഇതാണ് 3ാമത്തെ ആൽമരച്ചുവട്. അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ ഈ യാത്ര സമ്പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോരാം. അപ്പം നമുക്കിനി തിരിച്ചു പോരുവാണ് നമ്മൾ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ട്രാവൽ വ്ളോഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തേരെ. അപ്പം കണ്ടോ വെളിയിലിറങ്ങിയപ്പോൾ ഒരു ചേച്ചി ഇഷ്ടംപോലെ ചെടിയും വെച്ചുകൊണ്ടിരിക്കുന്ന നല്ല സൂപ്പർ പൂക്കളൊക്കെ ഉള്ള ഒരു ചെടി. അപ്പം ശരി, ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ബൈ.